സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ ആന്തൂർ KAP ഗ്രൗണ്ടിൽ നടക്കും. 18-ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്ഥലം MLA MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. ശ്രീ MB രാജേഷ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഔപചാരികമായി പരിപാടി ആരംഭിക്കുക. അതിനുശേഷം വിവിധ സെമിനാറുകൾ, വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. നമ്മൾ പ്രധാനമായും കേരളത്തിൻ്റെ വികസനം മുഴുവൻ ഫലപ്രദമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രദർശനം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ആസൂത്രണവും അതിൻ്റെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലും പുതിയ നിർദ്ദേശങ്ങളും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സംവിധാനവുമെല്ലാം ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് സെമിനാറുകളിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരും. അതെല്ലാം ഈ പറയുന്ന ത്രിതല സംവിധാനത്തിൻ്റെ മുന്നേറ്റുള്ള യാത്രയിൽ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ വിവിധ തരത്തിലുള്ള അക്കാദമിക് സെഷനുകൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായി ഒരുക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇനി അങ്ങോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള യാത്രയും അതിനാവശ്യമായ അനിവാര്യമായ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഈ ചർച്ചകളിലൂടെ ഉൾത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളാണ് ഇപ്രാവശ്യത്തെ ഈ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട്, അവിടെയാണ് ഈ 18-19 തീയതികളിലെ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷണം, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വിപണന സ്റ്റാളുകൾ, വനസുന്ദരി ഉൾപ്പെടെയുള്ള കുടുംബശ്രീ വിഭവങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 18-ന് വൈകുന്നേരം വിവിധ പരിപാടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി 5 മണിക്ക് സ്നേക്ക് പാർക്ക് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര, അതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക. ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും കലാമത്സരങ്ങളും, ഒപ്പന, തിരുവാതിര, അതുപോലെ തന്നെ ഗ്രൂപ്പ് നാടോടി നൃത്തങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ കേരളോത്സവത്തിൽ ബ്ലോക്ക് തല, മുനിസിപ്പൽ തല 1ാം സ്ഥാനം നേടിയിട്ടുള്ള ടീമുകളുടെ മത്സരങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. 13-ാം തീയതി വിധു പ്രതാപ് നയിക്കുന്ന ബാൻഡ് 13-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 13-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കലാപരമായ പരിപാടികളുണ്ടാവും. 14-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും വിവിധ പരിപാടികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. 18-ഉം 19-ഉം ഉണ്ട്. വേടനാണ് 19-ൻ്റെ കലാപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ശ്രദ്ധാകേന്ദ്രം. അത് 19-നാണ്, സമാപനത്തിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുക 19-ന് രാവിലെ. അന്ന് തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിവിധ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾക്ക് നൽകുന്ന ട്രോഫി അന്ന് പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും ആന്തൂർ നഗരസഭാ ഗ്രൗണ്ടിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പോലുള്ള പൊതുവേദിയായിട്ട് ഉപയോഗിക്കും. ആണ് പ്രതി സമ്മേളനം നടക്കുക. 2,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായതുകൊണ്ട് ആ പ്രധാനപ്പെട്ട വേദികളാണ് ഉണ്ടാകുക. ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജ് സംവിധാനം ഉപയോഗിക്കും, മറ്റൊന്ന് മുനിസിപ്പൽ സ്റ്റേഡിയം ഉൾപ്പെടെ, മറ്റൊന്ന് KAP. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ സതീദേവി, LSGD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.